ദക്ഷിൺ വൃന്ദാവൻ ഗോശാലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് പശുക്കളുടെ ഒരു റിട്ടയർമെൻറ്റ് ഹോമാണ്. ഇവിടെ നമ്മൾ പശുക്കളെന്നോ കാളകളെന്നോ വ്യത്യാസമില്ലാതെ നമ്മൾ 400ഓളം പശുക്കളെ സംരക്ഷിച്ചു പോകുന്നു. 2013 ഒരു കാള, ആ കാളയെ കശാപ്പിന് പോകേണ്ടിയിരുന്നൊരു കാളയാണ്. ആ കാളയിൽ നിന്നും റെസ്ക്യൂ ചെയ്ത് തുടങ്ങിയ ഗോശാല ഇന്ന് 400-ൽ പരം പശുക്കൾക്കും കാളകൾക്കും ഒരു അഭയകേന്ദ്രമാണ്. നമുക്ക് ഒരു ഒബ്ജക്റ്റീവേ ഉള്ളൂ ഇതിനകത്ത്: ശ്രീകൃഷ്ണനെ സേവിക്കുക. ഭഗവാനെ ഏറ്റവും പ്രിയപ്പെട്ടതാണ് ഗോക്കൾ എന്ന് പറയുന്നത്. ഗോക്കളെ മാറ്റിവെച്ച് ശ്രീകൃഷ്ണ സേവയില്ല. ഭഗവാന്റെ എല്ലാ പേരുകളും ഗോപാലൻ എന്ന പശുക്കളെ നോക്കുന്നവരാണ്. ഗോവർദ്ധനേശൻ, ഗോപാലൻ, ഗോവിന്ദൻ, രാജഗോപാലൻ. പശുക്കൾ എന്ന് പറഞ്ഞാൽ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടതാണ്. ഒരിക്കൽ നന്ദമഹാരാജാവ് ഭഗവാൻ ശ്രീകൃഷ്ണനോട് പറയുന്നു, പശുക്കളെ മേയ്ക്കാൻ പോവുകയല്ലേ, ഗോക്കളെ മേയ്ക്കാൻ പോവുകയാണ്, അപ്പോൾ കാലിൽ ചെരുപ്പിട്ടിട്ട് പോകണമെന്ന് പറയുമ്പോൾ കൃഷ്ണൻ അത് റെഫ്യൂസ് ചെയ്യുന്നു. കൃഷ്ണൻ പറയാണ്, അങ്ങനെ പറ്റില്ല, എൻ്റെ പശുക്കൾക്ക് 9 ലക്ഷം പശുക്കളുണ്ടായിരുന്നു നന്ദമഹാരാജാവിന് എന്നുള്ളതാണ് കണക്ക്. എൻ്റെ പശുക്കൾക്ക് ചെരുപ്പില്ല, അതുകൊണ്ട് ഞാനും പശുക്കളുടെ ഒപ്പം ചെരുപ്പില്ലാതെ നടക്കും എന്നാണ് ശ്രീകൃഷ്ണൻ പറഞ്ഞത്. ആ പശുക്കളെയും ആ പശുക്കളെ സംരക്ഷിക്കുന്നവരെയും സംരക്ഷിക്കാനായിട്ടാണ് ഭഗവാൻ 7 ദിവസം ഗോവർദ്ധന പർവ്വതം പോലും ഉയർത്തിപ്പിടിച്ചു തന്നത്. അത്രയധികം പ്രാധാന്യമുണ്ട് പശുക്കൾക്ക് നമ്മുടെ ധർമ്മത്തിൽ, നമ്മുടെ രാജ്യത്തിൽ. സർവ്വദേവമയി ഗൗ എന്നാണ് പറയുന്നത്. പശുക്കളുടെ ശരീരത്തിൽ സകല ദേവന്മാരും വസിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് വളരെ നിസ്സാരമായി ചിന്തിച്ചാൽ പോലും, ഒരു ലോജിക് വൈസ് അനാലിസിസ് ചെയ്താൽ പോലും മനസ്സിലാവുന്നൊരു കാര്യമാണ് പശുക്കളുടെ മഹത്വത്തിനെക്കുറിച്ച്. എല്ലാ ജീവജാലങ്ങളും ഇവിടെ, മാമൽസ് ആയാലും ശരി, വെർട്ടിബ്രേറ്റ്സ് ആയാലും ശരി, ആരായാലും ശരി, എല്ലാവരും മാലിന്യമുണ്ട്, എക്സ്ക്രീഷൻ ഉണ്ടാവും. ഒരു എക്സ്ക്രീഷൻ അടുത്ത് പോലും നമുക്ക് പോകാൻ പറ്റില്ല, അത്രയധികം ദുർഗന്ധമായിരിക്കും. പക്ഷേ പശുക്കളുടെ അങ്ങനെയല്ല. പണ്ട് പുരാതന കാലം മുതൽക്കേ ജാതി മതഭേദമന്യേ നമ്മുടെ മുറ്റമെല്ലാം മെഴുകിയിരുന്നത് പശുക്കളുടെ ചാണകം കൊണ്ടാണ്. അകം വരെ, ഒരു കാലഘട്ടം വരെ അകം വരെ മെഴുകിയിരുന്നത് പശുക്കളുടെ ചാണകം കൊണ്ടാണ്. അത്രയധികം പ്രാധാന്യമുണ്ട് പശുക്കൾക്ക്. ഒരു ജീവിയുടെ എക്സ്ക്രീഷ്യ പോലും ഇത്രയും മഹത്വവൽക്കരിക്കുകയാണ് നമ്മൾ ഈ ഭാരതീയ സംസ്കാരം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള പശുക്കൾക്ക് ഒരു അഭയകേന്ദ്രം അല്ലെങ്കിൽ ഒരു റിട്ടയർമെൻറ്റ് ഹോം, ഒരു ശരണകേന്ദ്രമാണ് ദക്ഷിൺ വൃന്ദാവൻ ഗോശാല. ഒരുപാട് കർഷകർ, വളരെ പാവപ്പെട്ട കർഷകർ, തൻ്റെ കുടുംബത്തിലെ ഒരാളെ പോലെ നോക്കുന്ന ഒരു പശുക്കളെ പോലും തൻ്റെ കുടുംബത്തിലെ ഒരു അംഗമെന്ന രീതിയിൽ കാണുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ആ പശുവിന് പ്രായമായി കഴിഞ്ഞാൽ ആ പശുവിനെ അവർക്ക് കശാപ്പിന് കൊടുക്കാൻ വിഷമമുണ്ടാവും. അങ്ങനെയുള്ള കർഷകർക്ക് ആ പശുക്കളെ നമ്മളോട് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ മരണം വരെ നമ്മൾ സംരക്ഷിക്കും. ആ പശുവായാലും കാളയായാലും നമ്മൾ സംരക്ഷിക്കും. അങ്ങനെ സംരക്ഷിച്ചു പോരുന്ന 400ഓളം പശുക്കളുണ്ട്. പിന്നെ ഒരുപാട് പശുക്കൾ വഴിയിൽ അലഞ്ഞിരിഞ്ഞ് നടന്ന് വണ്ടികളുടെയൊക്കെ ഇടിയേറ്റ് ആക്സിഡൻ്റായി കയ്യും കാലം ഒടിഞ്ഞു വരുന്ന ഒരുപാട് പശുക്കൾ നമുക്കുണ്ട്. അങ്ങനെ പശുക്കൾക്കൊക്കെ ഒരു സേഫായിട്ട് റിട്ടയർമെൻറ്റ് ഹോമാണ് ദക്ഷിൺ വൃന്ദാവൻ. 10 വർഷം മുന്നിലാണ് നമ്മളത് തുടങ്ങുന്നത്. ഇന്ന് അത് 400-ൽ പരം പശുക്കളായിട്ടുള്ള ഒരു ശരണകേന്ദ്രമാണിത്. നമ്മുടെ ഇതിനകത്തുള്ള ഒബ്ജക്റ്റീവ് വളരെ സിമ്പിളാണ്: പശുക്കളെ സേവിക്കുന്നതിലൂടെ ഗോപാലനെ സേവിക്കുക. അതാണ് നമ്മുടെ ഇതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. കൗ പ്രൊട്ടക്ഷൻ ഇസ് നോട്ട് എ ചാരിറ്റി ബട്ട് സോഷ്യൽ റെസ്പോൺസ്. एतदेव सर्वं भवति सविता त्वा प्रसवानादं स्वपदामिति अस्तं गृह्णाति प्रसूत्यै ये देवादेव शुभस्तेत्याह यथा यजुरेवैतत् महते क्षत्राय महत आधिपत्याय महते राजराज्यायेत्याह
आशिषमेवैतामाशास्ते एष वो भरदादासोमोऽस्माकं ब्राह्मणानागं राजेत्याः तस्मात् सोमराजानो ब्राह्मणाः प्रदित्यन्नाम राज्यमधायीत्याः राज्यमेवास्मिन् प्रतिदधाति. He is also a male calf. सौभाग्यवान Saubhagyavan. सौभाग्यवान सौभाग्यवान सौभाग्यवान. So she is Ashwini. Her name is Ashwini. And she came from, she's actually a breed of a cow breed called as Kankraj. It's usually found in, no, it's a cow breed. It's usually found in Gujarat region, Kutch region of Gujarat. So it's one of the Indian breeds. She's a cow basically. She's a cow. And this is basically a polo. She's a very gentle cow. It just appears to be quite fearsome, but extremely gentle. Extremely gentle cow. And she was owned by a farmer in Kollam. Show me your hands. She is Gomati. She has this giant jaws as such, and she is spending her retirement home there. She is Bahula. She is named after the legendary Bahula cow of Krishna. And she's There are none of them are yielding. we don't have a single milking cow as such. 400 of them are either old cows or the cows who have some health issues by which they can't give birth and they can't. Yamuna, she is Aditi. Can you identify them from their looks? I can identify 6,000 kilos of green grass, 6 tons of green grass per day. സത്യമാക്കുന്ന കോൺട്രാക്ട് കൊണ്ടുവന്ന് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ 10 years back, if I had a slightest idea that I would incur a cost of close to about 2 crore rupees a year, I would have never started something called as Dakshin Vrindavan. So I would say that he did a very clever part of hiding the facts, the financial aspect of it, and he was dragging us around in, performing service to him. So I have absolutely no explanation as to how it's coming. I would rather say that അവർ തന്നെ കൊണ്ടുവരുന്നു അവർക്ക് ആവശ്യമായിട്ടുള്ളതൊക്കെ. So I had a fantastic mentor in Vrindavan, Mathura. So I was 21, 20 or something younger age. So I was asking him, so how do people manage this? So they have huge Goshala. So I asked him, well, there is a fantastic chemistry for this Ashwin or I don't know. What is that? Just see to it that the cows are extremely happy. Physical, financial, emotional, and then all the well-being. If they're very happy, they'll bring everything what is required to take care of them. You don't have to bother at all. And you will see to it that you will be, removed from the myth of you taking care of them. They'll take care of you. That is what is going to happen, because that is the magic of Goseva. So he used to tell me that, and I tried following his principle of making them happy to the point. And I would say it actually worked. To start with, we don't give them dry food as such, except they are sick. ഈ വൈക്കോൽ എന്ന് പറയുന്ന ഡ്രൈ ഫുഡ് കൊടുക്കുന്നില്ല നമ്മൾ ആക്ച്വലി. അത് വളരെ അസുഖമായിട്ട് കോൾഡ് ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ പറ്റില്ല എന്ന സിറ്റുവേഷൻ മാത്രമേ കൊടുക്കുള്ളൂ. ഫ്രഷ്ലി ചോപ്ഡ് ഗ്രീൻ ഗ്രാസ്, നോ കോംപ്രമൈസ്. അതും ചോളത്തിൻ്റെ ഗ്രാസ് ആണ് കൊടുക്കുന്നത്. സോ ഇറ്റ് ഹാവ് ദ കോൺ കോബ്സ് ആസ് സച്ച്. സോ വി ഗിവ് ദം ഫ്രഷ് ഗ്രീൻ ഗ്രാസ്. So we don't compromise upon the diet part. And then we do a lot of things which is emotionally quite, happy for them. For example, we have given them a promise that if any cow or bull comes to Dakshin Vrindavan, they'll never be sent outside. They'll remain here. Adu Bhagavan vilikkanam. Adu where they'll remain here. So they don't have the fear that, illa. So, ഈ പശുക്കളുടെ കാര്യത്തിൽ പറയുമ്പോൾ ഇവർക്ക് we had pregnant cows also. Pregnant cows വരുന്ന സമയത്ത്, suppose they give birth, the calf and the mother are never separated. And the milk of the cow exclusively goes to the calf. So there is a bond, there is a comfort that the cows is with us and we have the cows. And I am infamous for dismissing laborers who even shout at cows. Forget about beating them or forget about raising their hands against the cows. I dismiss them the moment they even raise a voice against the cows. I don't tolerate that. So it's a difficult thing, when you have a lot of such principles as such. So അങ്ങനെ വരുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ നോക്കി വരുമ്പോൾ അവർക്ക്
കംഫർട്ടബിൾ ആണെന്ന് നമുക്ക് ഉറപ്പ് വരുത്തിച്ചു. അപ്പോൾ അവർക്ക് ആവശ്യമുള്ളതെല്ലാം അവർ തന്നെ കൊണ്ടുവരുന്നു. ഐ ഹാവ് അബ്സല്യൂട്ട്ലി നോ ഐഡിയ where this comes from. I can assure you that when they are taking, that chemistry works really well. When they are taking care well of അവർക്ക് ആവശ്യമുള്ളതൊക്കെ കൊണ്ടുവരുന്നുണ്ട്. And that is the spiritual aspect of it. Now coming to practical terms of it. So what has happened is that each and every cow is adopted by a family. എല്ലാവരും we'll protect them here. We'll bottle feed them. അവരെയും ഇതേപോലെ സ്പോൺസർ ചെയ്യുന്നുണ്ട്. എല്ലാവരെയും സ്പോൺസർ ചെയ്യുന്നുണ്ട് ഇതേപോലെ. So 400 families take care of 400 cows and we act as a mediator. That is the diagram. Trustee is one of our trustees actually, and we have no worry actually. He has been our guiding light. എന്താ പറയാ, he is the pillar എന്ന് പറയാം, നടന്തൂടെന്ന് പറയാം. So രണ്ടായിട്ടും രൗദ്ര നരസിംഹമായിട്ടും യോഗ നരസിംഹമായിട്ടും ഒക്കെ എല്ലാം ഉണ്ട്. ആവശ്യം പോലെ So ഈ ഗോശാലയുമായി എൻ്റെ ഒരു ബന്ധം എന്ന് പറയുന്നത് അവിചാരിതമായ ഒരു സന്ദർഭത്തിൽ വന്നു ചേർന്നതാണ്. 2016-ലോ 2017-ലോ ആണ് ഇതിൻ്റെ ഒരു സ്ഥലവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം സംസാരിച്ച് തുടങ്ങിയതാണ്. അതിനുശേഷം പിന്നെ ഇതിൻ്റെ ഒരു അവിഭാജ്യം എന്ന് പറയാൻ പറ്റിയില്ലെങ്കിലും ഒരു നല്ല രീതിയിൽ ഇതുമായി സഹകരിച്ച് പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. നമ്മൾക്ക് ഈ പശു എന്നുള്ളതിൻ്റെ ധർമ്മശാസ്ത്രപ്രകാരമുള്ള മഹത്വങ്ങൾക്കൊക്കെ ഉപരിയായിട്ട് ഒരു കാലഘട്ടത്തിൽ നമ്മളുടെ നിത്യജീവിതത്തിൽ ഏറ്റവും ഒരു അവിഭാജ്യമായിട്ട് നിന്നിരുന്ന ഒരു ഘടകമാണ് പശു. ഏത് കുടുംബത്തിലായാലും ഒരു പശു ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ അതിനെ വളർത്തലും അതിൻ്റെ സംരക്ഷണവും ഒക്കെ നിലനിന്നിരുന്ന ഒരു കാലത്ത് നിന്ന് ഇന്നിത് സംരക്ഷിക്കാനുള്ള മാർഗ്ഗമില്ലാണ്ടായി. അപ്പോൾ ഞാൻ പറയാ, ഇത് ഗോശാല എന്നുള്ളതിൻ്റെ ഏറ്റവും എളുപ്പത്തിൽ പറയാം പശുവിൻ്റെ വൃദ്ധസദനം. ഒരുപക്ഷെ നമുക്കൊരു 25-30 കൊല്ലം മുമ്പ് ഇപ്പോൾ കേരളത്തിൽ ഈ വൃദ്ധസദനങ്ങളുടെ ഇങ്ങനെ കേൾവി മാത്രമുള്ള ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇന്ന് ഓരോ പഞ്ചായത്തിലും ഓരോന്നെങ്കിലും എന്നുള്ള രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. അതുപോലെ ഒരു തുടക്കത്തിൽ ആദ്യത്തെ ഒരു വൃദ്ധസദനം എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം. സുഖമായിട്ട് ഇവിടെ ഈ സംരക്ഷിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലുള്ള പശുക്കളെ കൊണ്ടുവന്ന് അതിന് സുഖമായിട്ടുള്ള ശിഷ്ടകാലം ജീവിച്ച് തീർക്കാനുള്ള ഒരു സംവിധാനം എന്നുള്ള നിലയ്ക്ക് ആണ് ഇത് പ്രവർത്തിച്ചു വരുന്നത്. അതൊരു വലിയൊരു സേവനം എന്ന ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മാത്രം പോരാ. കാരണം ഇന്ന് പശുവിനെ നോക്കണം എന്നുള്ളവർക്ക് അതിൻ്റെ ഒരു പ്രായാധിക്യം വന്നാലോ അസുഖം വന്നാലോ അതിനെ തുടർന്ന് പരിപാലിക്കുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള വിഷയമാണ്. അങ്ങനെയുള്ളവർക്ക് ആശ്രയിക്കാവുന്ന ഒരു സങ്കേതം ഇതുപോലത്തെ ഒന്ന് കേരളത്തിൽ വേറെ എവിടെയും ഉള്ളതായിട്ട് അറിവില്ല. ഇത് ഗോശാല എന്നുള്ള സങ്കല്പത്തിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ തന്നെ പ്രവർത്തിക്കുന്നതാണ്. ഈ പശുവിനെ പരിപാലിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോൾ കാളിദാസൻ്റെ രഘുവംശം എന്നുള്ളതിൽ ഈ ശ്രീരാമൻ്റെ വംശമുണ്ടായത് ഒരു പശുവിനെ പരിപാലിച്ചതിൽ നിന്നാണ്. അപ്പോൾ അത്രയും പ്രാധാന്യത്തോടു കൂടിയിട്ട് നമ്മൾ ചെയ്തിരുന്ന ഒരു പ്രവൃത്തിയാണ്. ആ പ്രവൃത്തി ഇന്ന് ഞങ്ങൾ കുറേ ആൾക്കാർക്ക് അത് ധാരാളമായിട്ട് ചെയ്യാനുള്ളൊരു സാഹചര്യത്തിലേക്ക് എത്തി. അതിൻ്റെ ഈ ഭാവി എന്നുള്ളതിൽ
ഇതിൻ്റെ എണ്ണം ധാരാളം വർദ്ധിക്കും, ആ കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അതല്ല വേണ്ടത്. എല്ലാവരും അവരവരുടെ സ്ഥലത്ത് തന്നെ ഇതിനെ സംരക്ഷിക്കാനുള്ള ഒരു സാഹചര്യമുണ്ടായി അവസാനത്തെ പശു പോലും ഇല്ലാത്ത അവസ്ഥയിൽ ഗോശാല എത്തണം എന്നുള്ളതാണ് ശരിയായ ധർമ്മം പ്രചരിക്കുക. ഇവിടെ 100 പശു ഉണ്ടായിരുന്നത് 1000 പശു ആയി വർദ്ധിക്കുന്നു എന്ന് പറയുന്നതിനേക്കാൾ വേണ്ടത് 1000 പശു ഉള്ളത് ഒരു പശു പോലും ഇങ്ങനെയുള്ള സങ്കേതങ്ങളെ ആശ്രയിക്കാതെ അതിൻ്റെ ജീവിതകാലം പൂർത്തിയാക്കാനുള്ള സാഹചര്യത്തിലേക്ക് എത്തണം. അതിനുള്ള ഒരു സാമൂഹികമായിട്ടുള്ള ഒരു അവബോധം സൃഷ്ടിക്കുക എന്നുള്ളത് ഒരു പ്രധാനമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ കേരളത്തിൽ ഇതിന് വലിയ ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പശു നിൽക്കണം എന്നുണ്ടെങ്കിൽ വേണ്ടുന്ന മിനിമം ആവശ്യമുള്ള സ്ഥലം പോലും ഇല്ലാത്ത ഒരു ഭൂപ്രദേശമാണ് കേരളം. അവിടെയൊക്കെ ഇതിൻ്റെ സാധ്യത വർദ്ധിക്കുകയുള്ളൂ. അതുമാത്രമല്ല, ഇപ്പം ഇതിന് പാലക്കാട് ജില്ലയിൽ നിന്ന് അടുത്ത ജില്ലകളിലേക്കും അടുത്ത താലൂക്കുകളിലേക്കും എല്ലാമായി മാറി 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 ഇത് ഈ ദക്ഷിണ വൃന്ദാവൻ ഗോശാല എന്ന് പറയുന്നത് കേരളത്തിൽ മൊത്തം എത്തുന്ന ഒരു സാഹചര്യമായിരിക്കും ഇതിൻ്റെ ഭാവി. ഈ വിഷയത്തിൻ്റെ പ്രസക്തി കൊണ്ടും ആവശ്യക്കാരുടെ എണ്ണം കൂടുന്നത് കൊണ്ടും പ്രതീക്ഷിക്കേണ്ടത് അതാണ്. കാരണം ഞാനിവിടെ വരുന്ന കാലത്ത് 34 പശുവോ 36 പശു ഒറ്റയാണ് ആകെ ഉള്ളത്. ഒരു ആ എരപ്പുള്ളി ഭാഗത്തോ അവിടെ ഒറ്റയാണ് അതിൻ്റെ ഒരു ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് ഇവിടേക്ക് മാറുമ്പോഴേക്കും അതൊരു 80-100ൻ്റെ അടുത്തെത്തി. ഇപ്പോൾ 400ൻ്റെ മുകളിൽ ആയി നിൽക്കുന്ന, അത് തന്നെ ഇതിൻ്റെ പരിമിതി കൊണ്ടാണ് 400 നിൽക്കുന്നത്. ഒന്ന് കുറച്ചും കൂടി സൗകര്യങ്ങളുണ്ടെങ്കിൽ 4000 ആവാൻ ഒരു നിമിഷം വേണ്ടു എന്ന് പറയുന്ന ഒരവസ്ഥയാണ് നിലവിലുള്ളത്. ഏറ്റവും നന്നായിട്ട് ഈ പശുക്കളെ നല്ല രീതിയിൽ പരിപാലിക്കുക എന്നുള്ളത് ഒരു വ്രതമായിട്ടെടുത്ത ഒരു കൂട്ടം ആൾക്കാരാണ് ഇതിൻ്റെ ഇത്രയുമുള്ള വിജയത്തിൻ്റെ ആയാലും ഭാവിയുടെ ആയാലും ഒരു പ്രധാന ബലമായിട്ടുള്ളത്. ദക്ഷിണ വൃന്ദാവൻ എന്നുള്ള വളരെ അർത്ഥവത്തും മനോഹരവുമായ ഒരു നാമധേയത്തിൽ ഒരു ഗോശാല പാലക്കാട്ട് പ്രവർത്തിച്ചു വരികയാണ്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ തന്ത്രി കുടുംബത്തിലെ പ്രമുഖന്മാരിൽ ഒരാളായ ശ്രീ സതീഷ് നമ്പൂതിരിപ്പാട് അവர்களுം പ്രൊഫഷണൽ അഡ്വക്കേറ്റ് ആണെങ്കിലും മനസ്സുകൊണ്ടും കർമ്മം കൊണ്ടും വളരെ അധികം പാണ്ഡിത്യവും കർമ്മബോധവും ഉള്ള അശ്വിൻ സമ്പത് കുമാർ, പാലക്കാട്ടുകാരൻ തന്നെയാണ് അദ്ദേഹം. കൊച്ചി തമ്പുരാൻ ശങ്കർ രാമവർമ്മ തിരുമനസ് ഒരു ട്രസ്റ്റുണ്ട്. ആ ട്രസ്റ്റിൻ്റെ പ്രമുഖ വ്യക്തികളാണ്. അടുത്ത കാലത്ത് അവിടെ പോയി ഈ ഗോശാല സന്ദർശിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. ഗോശാല ആണ്, പക്ഷേ ഗോശാല എന്ന് പറയണോ ഗോക്കളുടെ സാമ്രാജ്യം എന്ന് പറയണോ എന്നറിയില്ല. സകല സുഖത്തോടുകൂടിയും സകല സ്നേഹത്തോടുകൂടിയും നോക്കുന്നവരുടെ സ്നേഹം ആ ഗോക്കൾക്ക് കിട്ടുന്ന ആദരവ്, ഇതൊക്കെ വളരെ ഇന്നത്തെ കാലത്ത് വളരെ വളരെ ദുർലഭമായിട്ടുള്ളതാണ്.
അപ്പോൾ അത് അവിടെ വരുമ്പോൾ നമ്മൾ വേറൊരു ലോകത്തിലേക്ക് പോയതുപോലെ തോന്നും. വളരെ ചിലവുള്ള ഒരു സംരംഭമാണ്. എവിടെ നിന്നൊക്കെയോ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് എവിടെ നിന്നൊക്കെയോ അതിനുള്ള സഹായങ്ങൾ എത്തിച്ചേരാറുണ്ട്. എങ്ങനെ നടത്തുന്നു അതെന്നുള്ളത് എനിക്കറിയാൻ വയ്യ. പക്ഷെ അത് വളരെ അവിശ്വസനീയമായിട്ടുള്ള രീതിയിലാണ് മുമ്പോട്ട് പോകുന്നത്. ആ സൈഡിലൊക്കെ ആരെങ്കിലുമൊക്കെ പോവുകയാണെങ്കിൽ അവിടെ ഒന്ന് പോയി ആ ഗോശാല സന്ദർശിക്കുകയാണെങ്കിൽ അറിയാം എങ്ങനെയാണത് നടക്കുന്നതെന്ന്. അവർക്ക് നമ്മുടെ 5 സ്റ്റാർ ഹോട്ടലിൽ പോകുമ്പോഴുള്ള മെനു പോലെയൊക്കെയാണ് ഈ ഗോക്കൾക്കുള്ള മെനു. സ്പെഷ്യൽ ട്രീറ്റ്, ക്യാരറ്റ്, ഇങ്ങനെയെല്ലാം പറഞ്ഞ് പലതുമുണ്ട്. ഈ മാത്രവുമല്ല, ഒരു വളരെ ശ്രദ്ധേയമായ കാര്യം, അവിടെ നിൽക്കുന്ന മിക്ക പശുക്കളും കറവ പറ്റി കഴിഞ്ഞ പശുക്കളാണ്. പല പശുക്കളെയും 2 കാളക്കുട്ടികളൊക്കെ ഉണ്ട് അവിടെ, കൊച്ചു കാളക്കുട്ടികൾ. ശരിക്കും അതിനെ ഈ അറപ്പ് സ്ഥലത്തിൽ നിന്നും ഒരു തലമുടി നാരിൻ്റെ വ്യത്യാസം കൊണ്ട് രക്ഷപ്പെടുത്തിക്കൊണ്ടുവന്നവരുണ്ട്. അവർ പറയുന്ന വില കൊടുത്ത് അവരുടെ അടുക്കൽ നിന്ന് ഈ പശുക്കളെയും ഈ കൊച്ചു കാളക്കുട്ടികളെയൊക്കെ വാങ്ങിച്ച്, അല്ലെങ്കിൽ അടുത്ത ദിവസം ഏതെങ്കിലും ഒരു മേശയിൽ ആഹാരവസ്തുവായിട്ട് മാറുന്നതിന് മുമ്പേ അതിന് എന്തോ ഒരു പൂർവ്വജന്മ കർമ്മമാണ് അതിന്. അങ്ങനെ വാങ്ങിച്ച് എത്രയോ പശുക്കളും കാളക്കുട്ടികളും അവിടെ ഉണ്ട്. ഒരു സുഖമായിട്ട് ജീവിക്കുകയാണ്. ഒന്നിനെയും വിൽക്കുകയോ ഒന്നും ചെയ്യുകയില്ല. ആർക്കെങ്കിലും ഒരു പശുവിനെ ഒരു കാളയോ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഒരു കൊല്ലത്തേക്ക് ഇത്ര എന്നൊക്കെ ഉണ്ട്, അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം എന്നുള്ളതല്ലാതെ എല്ലാം വളരെ 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 അതിൻ്റെ കാലം കഴിയുന്നവരെ അവിടെ തന്നെ ജീവിക്കുകയാണ്. വളരെ എല്ലാ കാര്യങ്ങളും പരിഗണിച്ച് നടത്തുന്ന, വൃത്തിയാണെങ്കിൽ അതങ്ങനെ, ശുദ്ധമാണെങ്കിൽ അങ്ങനെ, നോക്കാനുള്ള ആളുകളുടെ ഒരു കമ്മിറ്റ്മെൻറ്റ് അതങ്ങനെ. ഒരു കിട്ടുന്ന ശമ്പളത്തിനുള്ള ജോലി എന്നല്ല, അതിനുപരി ഒരു സേവ, ചിലപ്പോൾ ഒരു ആരാധന പോലും. ഗോക്കളെ നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൽ, സനാതനധർമ്മത്തിൽ ഗോവിൻ്റെ സ്ഥാനം എത്രയാണെന്ന് ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെയുള്ള രീതി പോലും നടത്തി വരികയാണ്. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് എല്ലാ നന്മകളും ഉണ്ടാകത്തെ. ഒരു കാമധേനുവിനെ പോലെ ഈ സ്ഥാപനം വളർന്നു വരട്ടെ. വേറെയുള്ള സ്ഥാപനങ്ങൾക്കും ഇതൊരു പ്രചോദനമായിട്ട് വരട്ടെ എന്നും കൂടെ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമസ്കാരം.